വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖിലംസ് ആണ്. സോ നമ്മളിത് ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അവസാനവട്ട പ്രിപ്പറേഷൻസിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക എന്ന് മിസ്സിന് അറിയാം. നമ്മുടെ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യം മുതലുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് നമ്മൾ റിവൈസ് ചെയ്യാണ്. റിവൈസ് ചെയ്യുക ഇൻ ദ സെൻസ് അതിനകത്തുള്ള ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ NCERT ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാൽ മാത്രമേ അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയിലുള്ള, നിങ്ങൾക്കറിയാം സയൻസ് എന്ന് പറയുമ്പോൾ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഉണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് കെമിസ്ട്രിയിൽ വരുന്ന കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കം മുതലുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ റിവൈസ് ചെയ്യാൻ തുടങ്ങി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ അഗൈൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. കാരണം അവർക്കും എക്സാം ഉണ്ട് അല്ലെ. അപ്പൊ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ കണ്ടെയ്നേഴ്സ് വിച്ച് ആർ യൂസ്ഡ് ടു സ്റ്റോർ മെറ്റീരിയൽസ് ഇൻ ഷോപ്സ് ആൻഡ് അറ്റ് ഹോം ആർ യൂഷ്വലി ട്രാൻസ്പെറന്റ്. ഗിവ് യുവർ റീസൺ ഫോർ ദിസ്. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. നമ്മൾ എല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ്, ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മളൊരു ഷോപ്പിൽ പോയാലും ശരി, നമ്മളെ വീടുകളിൽ ആരെങ്കിലും ശരി, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ബോട്ടിൽസിലാണ് അല്ലെ. പ്രത്യേകിച്ച് നിങ്ങളൊരു ബേക്കറിയിൽ പോകുന്ന ആലോചിക്കുക. ബേക്കറിയിൽ ചെന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ സെലക്ട് ചെയ്തത് എങ്ങനെയാ? യെസ്, അവിടെ ഈ പറഞ്ഞ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗ്ലാസിന്റെയോ മറ്റോ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള നമ്മളുടെ എന്താണ് പോട്ട്സിൽ അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള പാത്രങ്ങൾ, കണ്ടെയ്നേഴ്സിലായിരിക്കും ഈ പറയുന്ന നമ്മളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ അങ്ങനെയാണ് അത് എന്ത് ചെയ്യുന്നത്, അതിനകത്ത് നിന്ന് ഏത് വേണമെന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെ. അതിന്റെയാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആൻസർ എഴുതുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യമുണ്ട് അല്ലെ, ആർ യൂഷ്വലി ട്രാൻസ്പെറന്റ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുമ്മാ ഗ്ലാസ് എന്ന് പറഞ്ഞിരിക്കുകയല്ല, ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അത് വെച്ചുകൊണ്ട് വേണം ഇതിന്റെ ആൻസർ നമ്മൾ എഴുതാൻ. അവിടെയാണ് നമ്മുടെ മാർക്ക് കിടക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മൾ മെറ്റീരിയൽസിനെ, നമ്മുടെ ചുറ്റുമുള്ള മെറ്റീരിയൽസിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് നമ്മുടെ ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ മക്കൾക്ക് കാര്യം മനസ്സിലാവും. എന്താണ് സംഭവം? നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇവിടെ ഗ്ലാസ് ഉണ്ട്, പക്ഷെ ആ ഗ്ലാസ്സിലൂടെ നമുക്ക് യെസ് അപ്പുറത്തുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് തിങ്സ് ക്യാൻ ബി സീൻ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒപ്പാക്ക് ഒബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വിൻഡോയ്ക്ക് പകരം, നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ആ വിൻഡോയ്ക്ക് പകരം ഇവിടെ ഒരു ഡോർ ആണെന്ന് വിചാരിക്കുക. ഒരു വുഡിന്റെ ഡോർ ആണ് അല്ലെ, വുഡൻ ഡോർ ആണുള്ളത്. ആ ഡോർ അടച്ചിരിക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ ആ റൂമിനുള്ളിൽ എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി കാണാൻ പറ്റില്ല അല്ലെ. ആ വാൾസ് ആണെങ്കിലും ശരി, അതിലൂടെ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് യു ആർ നോട്ട് ഏബിൾ ടു സീ, നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ മെറ്റീരിയലിലൂടെ എങ്കിൽ അതിനെയാണ് നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്ട് എന്ന് വിളിക്കുന്നത്. ഇതവിടെ നിങ്ങൾ നോക്കിയ ഒരു കാർഡ്ബോർഡിന്റെ ബോക്സ് ഉണ്ട് അല്ലെ. ആ ബുക്സ് ആണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ കാരണം. മുകളിലേക്ക് കുറച്ച് ബുക്സ് ഒക്കെ നമ്മൾ കാണുന്നത് കൊണ്ടാ, അല്ലാതെ അതിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും നിങ്ങൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് എന്താണ് ഇതെന്ന് പറയുന്നത്, ഒരു ഒപ്പാക്ക് ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഇനി ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരാളും കൂടെ നമുക്കുണ്ട്, ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ലൂസന്റ് ഒബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടുത്തെ മെറ്റീരിയൽ ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് എനിക്കറിയാം ഓപ്പോസിറ്റിൽ എന്തോ ഒരു പ്ലാന്റ് അവിടെ ഉണ്ട് അല്ലെ. എന്നാൽ കറക്റ്റ് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഇതിലൂടെ നോക്കുന്ന സമയത്ത് എനിക്ക് അതിനെ കാണാനും പറ്റുന്നില്ല. എന്തോ ഒരു ഷാഡോ പോലെ ചെറുതായിട്ട് ഒരു ഔട്ട്ലൈൻ ഒക്കെ കിട്ടുന്നല്ലാതെ കൃത്യമായിട്ട് നമുക്ക് പറ്റുന്നില്ല അല്ലെ. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ ട്രാൻസ്പെറന്റ് പോലെയല്ല, എന്നാൽ ഒപ്പാക്ക് പോലെ തീരെ കാണാൻ പറ്റാതെയും അല്ല. ആ ഒരു രീതിയിൽ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആളുകളാണ് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ബട്ട് നോട്ട് ക്ലിയർലി. ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളതിനെ നമുക്ക് ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട് എന്ന് വിളിക്കുക അല്ലെ. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് കാണണമെങ്കിൽ എന്ത് തന്നെ വേണം, ട്രാൻസ്പെറന്റ് ഒബ്ജക്ട് തന്നെ വേണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബേക്കറിയിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ കടത്തിൽ അല്ലെ. ഇവിടെ കാണുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒബ്ജക്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കണ്ടെയ്നേഴ്സിലായിരിക്കും അല്ലെ. കാരണം എന്താണ്, ഇതിലൂടെ നോക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് പറയാം അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്, ബിക്കോസ് ദീസ് ആർ ട്രാൻസ്പെറന്റ് ഒബ്ജക്ട് അല്ലെ. അപ്പൊ അങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് ഏതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വീട്ടിലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടെയ്നേഴ്സ് ആർ ടിപ്പിക്കലി
ട്രാൻസ്പെറന്റ് സോ ദാറ്റ് ദ കണ്ടന്റ്സ് ക്യാൻ ബി ഈസിലി സീൻ. അത് തന്നെയാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ദിസ് ഹെൽപ്സ് ഇൻ ക്വിക്ലി ഐഡന്റിഫൈയിങ് ആൻഡ് ലൊക്കേറ്റിംഗ് ദ മെറ്റീരിയൽസ് സ്റ്റോർഡ് ഇൻസൈഡ്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പൊ ആൻസർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ട്രാൻസ്പെറന്റ് എന്താണ്, ട്രാൻസ്ലൂസന്റ് എന്താണ്, ഒപാക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഉണ്ടെങ്കിലേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ചുമ്മാ കുറെ കാര്യങ്ങൾ പറയാനുള്ളതല്ല, കൃത്യമായിട്ടുള്ള പോയിന്റ് നമ്മുടെ ആൻസറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. State whether the statements given below are true or false. Correct the false statement. അല്ലെ, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, വുഡ് ഈസ് ട്രാൻസ്ലൂസന്റ് വൈൽ ഗ്ലാസ് ഈസ് ഒപാക്ക്. അല്ലെ, അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. വുഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന പോലെ ട്രാൻസ്ലൂസന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല. സോ നമുക്ക് പറയാം ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇനി കറക്റ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ട്രാൻസ്ലൂസന്റ് എന്നുള്ളിടത്ത് നമ്മൾ എന്താക്കണം, ഒപാക്ക് ആക്കി മാറ്റി എഴുതണം അല്ലെ. സാധാരണ നമ്മൾ പഠിച്ചു കഴിഞ്ഞു വുഡ് എന്താണ്, ഒപാക്ക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ആൻഡ് ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലാസ് ഒപാക്ക് അല്ല, അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതി. ഇനി നെക്സ്റ്റ് എന്താണ്, അലൂമിനിയം ഫോയിൽ ഹാസ് ലെസ്റ്റർ വൈൽ ആൻഡ് ഇറേസർ ഡസ് നോട്ട്. അതെന്താണ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. കാരണം നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മൾ മെറ്റാലിക് ലെസ്റ്റർ അല്ലെ, ആ ഒരു ഷൈനിങ് അപ്പിയറൻസ്, ആ ഒരു സർഫസിലുള്ള ആ ഒരു ഷൈനിങ് പ്രോപ്പർട്ടീനാണ് നമ്മൾ ലെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അലൂമിനിയം ഫോയിലിന് അത് ഉണ്ട്, എന്നാൽ ഒരു ഇറേസറിന് അത് ഉണ്ടാവുകയുമില്ല. നെക്സ്റ്റ്, ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ വെയർആസ് സോഡസ് ഡസ് നോട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ വീണ്ടും ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്, സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് സോല്യൂബിൾ ആണ്, സോഡസ്റ്റ് എന്ന് പറയുന്നത് ഇൻസോല്യൂബിൾ ആണ്. സോ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. നെക്സ്റ്റ്, an apple is a matter because it occupies no space and has mass എന്നാ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Matter is anything which occupies space and has mass അല്ലെ. അപ്പൊ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇത് കറക്റ്റ് ആക്കി മാറ്റി എഴുതാൻ നമ്മൾ ഈ ഒരു നോ അവിടുന്ന് ക്യാൻസൽ ചെയ്താൽ മാത്രം മതി. സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് മാസും ഉണ്ട്, അത് നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഇനി ഇതാ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. യെസ്, എയർ ഈസ് ഓൾ അറൌണ്ട് us but does not hinder us from seeing each other. Whereas if a wooden door comes in between, we cannot see each other. Yes, നമുക്കറിയാം അല്ലെ, നമ്മുടെ ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലായിടത്തും എയർ ഉണ്ട്. എന്നാൽ ഈ ഒരു എയർ കാരണം നമുക്ക് തമ്മിൽ കാണാൻ ഒരു പ്രശ്നവും ഇല്ല അല്ലെ. നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്രീൻ കാണുന്നുണ്ട് അല്ലെ, അതുപോലെ ഞാൻ എനിക്ക് മുമ്പിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്, ഇവിടെയൊക്കെ എയർ ഉണ്ടെങ്കിൽ പോലും ആ എയറിലൂടെ യെസ് എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഒരു വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു വുഡൻ ഡോർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് പരസ്പരം കാണാൻ പറ്റുന്നില്ല അല്ലെ. വൈ, അതിന്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് ബിക്കോസ് എയർ ഈസ് ഡാഷ് ആൻഡ് ദ വുഡൻ ഡോർ ഈസ് ഡാഷ് അല്ലെ. അപ്പൊ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം എയർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെയാണെങ്കിൽ വുഡൻ ഡോർ എന്ന് പറയുന്നത് ഒരു ഒപാക്ക് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഓപ്ഷനിൽ നോക്കുക നമ്മൾ, ട്രാൻസ്പെറന്റ് ആൻഡ് ഒപാക്ക് എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്, ഓപ്ഷൻ 1 മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയാമെങ്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ ട്രാൻസ്പെറന്റ്, ട്രാൻസ്ലൂസന്റ്, ഒപാക്ക് ഒബ്ജക്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക, മറക്കാതിരിക്കുക. ആ ഒരു പിക്ചർ വെച്ചിട്ട്, ഇത് നമ്മൾ കണ്ട പിക്ചർ ഇല്ലേ, അത് വെച്ചിട്ട് തന്നെ മക്കൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ എല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട് നമ്മുടെ എക്സാം ആകുമ്പോഴേക്ക്. അതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.